ഇടുക്കി കാന്തല്ലൂരിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ സ്ട്രോബെറി മധുരം നുകരാം. പുതിയ സീസണിലേക്കായി കൃഷി ഇറക്കിയിരുന്ന സ്ട്രോബെറികളിൽ നിന്നും കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചു. 9 മാസക്കാലം വരെ വിളവെടുപ്പ് തുടരും. മറയൂരിന്റെയും കാന്തല്ലൂരിന്റെയും മനോഹര കാഴ്ചകൾ കാണുന്നതിനൊപ്പം വിളഞ്ഞുകിടക്കുന്ന ആപ്പിളും സ്ട്രോബെറിയും കണ്ട് അവയുടെ മധുരം നുകരാൻ കൂടിയാണ് സഞ്ചാരികൾ കാന്തല്ലൂരിലേക്ക് എത്തുന്നത്. പുതിയ സീസണിലേക്കായി മാസങ്ങൾക്ക് മുമ്പ് കർഷകർ സ്ട്രോബെറി കൃഷി ഇറക്കിയിരുന്നു. ഈ സ്ട്രോബെറികൾ കായകൾ നിറഞ്ഞ് മൂപ്പെത്തി കഴിഞ്ഞു. സ്ട്രോബെറികൾ പഴുത്തു തുടങ്ങിയതോടെ കർഷകർ വിളവെടുപ്പും ആരംഭിച്ചു. തോട്ടങ്ങളിൽ നിന്നും പറിച്ചെടുത്ത് അപ്പോൾ തന്നെ ആവശ്യക്കാർക്ക് സ്ട്രോബെറികൾ കൊണ്ടുപോകാം. കിലോ ഒന്നിന് 600 രൂപയാണ് സ്ട്രോബെറിയുടെ വിൽപ്പന വില. 55-60 ദിവസം ആയിപ്പോൾ തൊട്ട് പിന്നെ ഒരു 9 മാസം വരെ നിങ്ങൾ നയമായിട്ട് കൃഷി നല്ലപോലെ പഴം കിട്ടും. രാവിലെ പറിക്കുന്നു. പിന്നെ നമുക്ക് കുറച്ച് കൃഷി ആയത് കാരണം നമുക്ക് കർഷകർക്ക് അപ്പം മേടിക്കുന്നു വരുന്നവർക്ക് അപ്പം തന്നെ ഫ്രഷായിട്ട് പറിച്ചു കൊടുക്കും. 600 രൂപ വിലയ്ക്കാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രോബെറികൾ വാങ്ങാൻ വിനോദസഞ്ചാരികളുടെ തിരക്കനുഭവപ്പെട്ടു തുടങ്ങി. 9 മാസക്കാലം വരെ കാന്തല്ലൂരിൽ ഈ സ്ട്രോബെറി വിളവെടുപ്പ് തുടരും. സ്ട്രോബെറിയിൽ നിന്നും ജാമടക്കമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുമുണ്ട്. വിനോദസഞ്ചാരവുമായി കോർത്തിണക്കിയാണ് കർഷകരിപ്പോൾ കാന്തല്ലൂരിൽ സ്ട്രോബെറി കൃഷി ചെയ്തു വരുന്നത്. വിപണി കണ്ടെത്താനുള്ള സാധ്യതയായി കർഷകർ വിനോദസഞ്ചാരത്തെ കാണുന്നു. കാന്തല്ലൂരിൽ ഇപ്പോൾ സ്ട്രോബെറി വിളവെടുപ്പ് കാലം. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് സ്ട്രോബെറിയുടെ രുചി നുകരാനും വാങ്ങാനും അവസരമുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.